വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബിൻഷായുടെ ഡെലിവറി സ്റ്റോറിയാണ്. അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ബിൻഷ സ്ട്രഗിൾ ചെയ്ത പെയിൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് കേട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ഇഷ ബേബി വന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിൻഷ സത്യത്തില് പ്രസവം വരെ വന്നത്. സത്യത്തില് കാരണം ഒരുപാട് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കുഞ്ഞിനുണ്ടായിരുന്നു. അവൾ കുറെ ഹോസ്പിറ്റലിലൊക്കെ കയറി നടന്നിട്ട് ലാസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറി പ്രസവിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവര് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വന്നത്. അങ്ങനെ നാട്ടിൽ വന്നിട്ടാണെങ്കിൽ ഇവർ ലൈഫ് ലൈൻ ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ലൈഫ് ലൈൻ അവർക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ ചിത്രയിലോട്ട് മാറ്റിയായിരുന്നു. ഒരു 5-ാം മാസമൊക്കെ ആയപ്പോഴത്തേന് ചിത്രയിലോട്ട് മാറ്റിയായിരുന്നത്. അങ്ങനെ ആനന്ദ് ഡോക്ടറിനെ കാണിച്ച് ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ വെയിറ്റും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേന് കുഞ്ഞിന് വെയിറ്റ് എത്ര ഇല്ലായിരുന്നു. അപ്പത്തേന് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് കുഞ്ഞിന് വെയിറ്റ് ഒന്നും വെക്കുന്നില്ലായിരുന്നു. 5-ാം മാസം സ്കാനിങ്, അനോമലി സ്കാനിങ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞ് 293 ഗ്രാമേ ഉണ്ടായുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കുറവാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 6-ാം മാസം ആയപ്പോഴും കുഞ്ഞിന് വെയിറ്റ് ആയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പ്രോട്ടീൻ പൗഡർ കണ്ടിന്യൂ ചെയ്ത് ഒരു 26 ആഴ്ചയൊക്കെ 28 ആഴ്ച ആയപ്പോഴത്തേന് കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്രോട്ടീൻ പൗഡറും എൻലാർജിൻ്റെ പൗഡർ, പിന്നെ നമ്മൾ ജസ്ലിൻ ഡോക്ടറിനായിരുന്നു കാണിക്കുന്നത്. ഡോക്ടറിനെ കാണിക്കുന്നതിന് തൊട്ട് കുഞ്ഞിന് കുറച്ച് വളർച്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ നമ്മൾ പ്രോട്ടീൻ പൗഡറും എൻലാർജിൻ്റെ പൗഡറും അങ്ങനെ ഓരോ പൊടികളൊക്കെ കഴിക്കാൻ തുടങ്ങി. ഫസ്റ്റ് സ്കാനിങ്ങിലും ഒന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ലൈഫ് ലൈനിലാണ് എടുത്തത്. സെക്കൻഡ് സ്കാനിങ് വന്ന് അനോമലി എടുത്തത് മുതലാണ് ചിത്രയിൽ കാണിക്കാൻ തുടങ്ങിയത്. പിന്നെ ചിത്രയിൽ പിന്നെ വെയിറ്റ് ഒക്കെ നോക്കുമ്പം വെയിറ്റ് ഒക്കെ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം അഡ്മിറ്റ് ആക്കി. പിന്നെ ഇന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാരണം എന്നും പോയി വരുമായിരുന്നു. ഒന്നിടവിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റും സ്കാനിങ്ങും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് കുഞ്ഞ് 32 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴും 1 കിലോ ഒക്കെ ആയതുള്ളൂ. പിന്നെ അവിടെ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിന് വെയിറ്റ് കൂടുന്നതായിട്ട് ആണ് സ്കാനിങ്ങിൽ പറഞ്ഞത്. പക്ഷെ വെയിറ്റ് കൂടുന്നില്ലായിരുന്നു. പ്ലാസൻ്റയ്ക്ക് കാൽസിഫിക്കേഷൻ ഉണ്ടെന്നും നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ 5 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ആദ്യമേ 10 ഉണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞ് നമ്മൾ കരിക്കും വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും സമയത്ത് ഇഷ്ടം പോലെ കരിക്കുമ്പോഴാണ് നമ്മൾ മേടിച്ചു കൊടുത്തത്. കാരണം അത്ര ഫ്ലൂയിഡ് ഭയങ്കര ലോ ആയിരുന്നു. ഭയങ്കര ലോ എന്ന് വെച്ചാൽ ഭയങ്കര ലോ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല പോലെ വിഷമിച്ച ഒരു സമയമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലാണെങ്കിലും എല്ലാം ഭയങ്കര, നമ്മൾ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ മൊത്തം ഹോസ്പിറ്റലായിരുന്നു. അതായത് നമ്മൾ ചിത്രയിലായിരുന്നു. ആ 1 മാസത്തോളം നമ്മൾ ആ ഒരു ടൈമില് ചിത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഫ്ലൂയിഡ് വലുതായിട്ട് അങ്ങോട്ട് കൂടുന്നതും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞിന് വെയിറ്റ് അങ്ങോട്ട് വെക്കുന്നുമില്ല. പിന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കൂടുതലായിരുന്നു. അപ്പം NST ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസം പോയിട്ട് NST ഒക്കെ എടുത്ത് നോക്കുമായിരുന്നു. ഹാർട്ട് ബീറ്റ് എപ്പോൾ നോക്കിയാലും നല്ല കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഡോക്ടർക്ക് ഒരു സംശയം തോന്നിയിട്ട് കുഞ്ഞിന് വെയിറ്റ് വെക്കുന്നില്ല. ഒരു സ്കാനിങ് നോക്കുമ്പോൾ വെയിറ്റ് വെക്കുന്നുണ്ട്, വേറെ സ്കാനിങ് നോക്കുമ്പോൾ വെയിറ്റ് വെക്കുന്നില്ല. അന്നേരം പുറത്തുനിന്ന് സ്കാനിങ് എടുത്തപ്പോഴും ഹോസ്പിറ്റലിൽ സ്കാനിങ് എടുത്തപ്പോഴും 2ആയിട്ടാണ് എല്ലാം കാണിച്ചത്. പ്ലാസൻ്റയുടെ കാൽസിഫിക്കേഷന് അങ്ങനെ ഉണ്ടായത് കൊണ്ട് കുഞ്ഞിന് വെയിറ്റ് വെക്കുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ജസ്ലിൻ ഡോക്ടറാണ്. കാരണം ജസ്ലിൻ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു. കാരണം ഡോക്ടറാണ് ഞങ്ങൾ പെട്ടെന്ന് സജസ്റ്റ് ചെയ്തത് എന്താണെങ്കിലും നമ്മൾ കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഉള്ളിടത്തോട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് വെന്റിലേറ്റർ സൗകര്യം 37 ആഴ്ച ആയപ്പോഴത്തേനും ഡെലിവറി ആവണം. ഇനി വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് വളർച്ചക്കുറവ് നല്ലപോലെ ഓരോ വട്ടം പോകുമ്പോഴും വളർച്ചക്കുറവ് കൂടി വരികയായിരുന്നു. അന്നേരം വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടം നോക്കുമ്പോൾ 2,100 കാണിച്ചു. വേറൊരു സ്കാനിങ് 1,750 കാണിച്ചുള്ളൂ. പിന്നെ നമ്മൾ ഡോക്ടർക്ക് സംശയം തോന്നിയിട്ട് നമ്മളെ കൊണ്ട് പുറത്തുനിന്ന് സ്കാൻ ചെയ്യിപ്പിച്ചത്. സ്കാൻ ചെയ്തപ്പോൾ അതിന് നല്ല വെയിറ്റ് കുറവായിരുന്നു. പിന്നെ നമ്മൾ അതിന് മുന്നേ കോട്ടയത്തൊന്ന് പോയി തിരക്കാൻ പറഞ്ഞായിരുന്നു. നല്ല ഫെസിലിറ്റി ഉള്ളിടം വേണം, വെന്റിലേറ്റർ സൗകര്യം ഉള്ളിടം വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ കോട്ടയത്ത് പോയി നോക്കിയായിരുന്നു ഫസ്റ്റ് ടൈം. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചാൽ അതിന്റെ ആവശ്യം വരത്തില്ലായിരിക്കും വിചാരിച്ചായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ ഒന്നും കൂടെ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിനാണെങ്കിലും വെയിറ്റ് എങ്ങാണ്ട് കുറവായിരുന്നു അല്ലേ? അല്ല, പിന്നെ നമ്മൾ NST എടുത്ത് നോക്കിയപ്പോഴത്തേനും കുഞ്ഞിനാണെങ്കിൽ നല്ല
ഹാർട്ട് ബീറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അഡ്മിറ്റ് ആയത്. അഡ്മിറ്റ് ആയത്. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മള് കോട്ടയത്തോട്ട് പെട്ടെന്ന് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അഡ്മിറ്റ് ആയ സമയത്ത് ഉള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മള് രാത്രി സമയങ്ങളിലെല്ലാം ലേബർ റൂമിൽ കിടത്തിയേക്കുമായിരുന്നു. NST എപ്പോഴും എടുത്തോണ്ടിരിക്കുകയായിരുന്നു അല്ലെ? NST എപ്പോഴും എടുത്തോണ്ടിരിക്കുകയായിരുന്നു. രാത്രി സമയങ്ങളിൽ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് NST എടുത്തോണ്ടിരിക്കും. NST എടുത്തോണ്ടിരിക്കുകയായിരുന്നു, ലേബർ റൂമിൽ കയറ്റി. പിന്നെ അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ കുഞ്ഞിന് ഫ്ലൂയിഡ് ഒക്കെ വീണ്ടും കുറവായിരുന്നു. കാരണം എന്ന് വെച്ചാല് ഫ്ലൂയിഡ് ഒക്കെ ലാസ്റ്റ് ആയപ്പോഴത്തേന് 5 ആയിപ്പോയി. പിന്നെ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ഡ്രിപ്പും കാര്യങ്ങളും എൻലാർജിന്റെ പൗഡർ എല്ലാം നമ്മളിങ്ങനെ ഓരോ ദിവസം സ്കാനിങ് എല്ലാ ആഴ്ചയിലും സ്കാനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് മാത്രമല്ല കുഞ്ഞിന് ലങ്സ് വികസിക്കാനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അതിനുശേഷം അങ്ങനെ നമ്മൾ കുറെ ദിവസം ഹോസ്പിറ്റലിൽ കടന്ന്, പക്ഷെ എന്നാലും ഡോക്ടർ ഉദ്ദേശിച്ച ഒരു വെയിറ്റ് കുഞ്ഞിന് വന്നിട്ടില്ലായിരുന്നു ആക്ച്വലി. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ആണെങ്കിൽ ഒരു സ്കാനിങ് കൂടെ എടുക്കാൻ എന്തായാലും പറഞ്ഞായിരുന്നു ഡോക്ടർ. അങ്ങനെ സ്കാനിങ് എടുത്ത സമയത്താണ് അല്ലെ കുഞ്ഞിന് വെയിറ്റ് ഡോക്ടർ ഉദ്ദേശിച്ചത്രയും വന്നില്ല. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു ഇനി നമ്മൾ വെച്ചോണ്ടിട്ട് കാര്യമില്ല, 7 വീക്കായി, നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം. പക്ഷെ അവിടെ പറ്റത്തില്ല, നമ്മൾ കോട്ടയത്തോട്ട് റെഫർ ചെയ്യണം. നമ്മളിപ്പം ഇവിടെ ആണെങ്കിൽ എന്തെങ്കിലും വെന്റിലേറ്റർ സൗകര്യം ഉള്ളിടം വേണം. അന്നേരം ഇവിടെ ആണെങ്കിൽ നമുക്ക് ആ ടൈമിൽ ലൈഫ് ലൈൻ മാത്രമേ ഉള്ളൂ. കോട്ടയം വരെ കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. അപ്പൊ നമ്മൾ അവിടെ പോയപ്പോൾ റെഫറിങ് ആയത് കൊണ്ട് നമ്മൾ തിരിച്ചു വരാം, പിന്നെ പിറ്റേന്ന് പോയി അഡ്മിറ്റ് ആവാന്നുള്ള രീതിയിലാണ് നമ്മൾ കോട്ടയത്തോട്ട് പോയത്. അപ്പൊ അവര് നോക്കിയിട്ട് പറഞ്ഞു, സ്കാനിങ് എല്ലാം കണ്ടപ്പോഴത്തേനും അവര് പറഞ്ഞു ഇത് ഹൈ റിസ്കാ. ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയിട്ട് നാളെ വന്ന് അഡ്മിറ്റ് ആവാന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ് അവര് സമ്മതിച്ചില്ല. ഇത് ഒന്നാമത് ഇപ്പൊ തന്നെ ലേറ്റ് ആയിപ്പോയി, ഇത്രയും കുഞ്ഞിന് ഇനി എന്തെങ്കിലുമൊക്കെ കുഞ്ഞിനെ വേണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിക്കോ, അതല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഡെലിവറി ആക്കണം എന്ന് പറഞ്ഞു. നമ്മൾ കോട്ടയത്തെ അഡ്മിഷന്റെ പ്രൊസീജിയറൊക്കെ തന്നെ ഒത്തിരി ഉണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പുറത്തുനിന്ന് സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ സ്കാനിങ് എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ പുറത്തുപോയി സ്കാനിങ് എടുത്ത് അന്നേരപ്പോഴത്തേനും നമുക്ക് അന്ന് ഞങ്ങൾ കുറേ ഓടി നടന്നിട്ടാണ് അഡ്മിറ്റ് ആയത്. അത് കഴിഞ്ഞപ്പോൾ അവര് നമ്മളെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. 9 മണി ആയപ്പം ഇതുപോലെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കൂടുതലായതുകൊണ്ട് നാളേക്ക് വെക്കാൻ പറ്റത്തില്ല, ഇന്ന് തന്നെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. ലേബർ റൂമിൽ കൊണ്ടുപോയി NST എടുത്തപ്പോഴത്തേന് ഹാർട്ട് ബീറ്റ് കൂടുതലാണ്. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേന് ഒരു 11 മണി 12 മണി ആയപ്പോഴത്തേന് ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യമേ കത്തിയിട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അത് തന്നെ പോയി കഴിയുമ്പോഴത്തേന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുളിക ഓരോ തന്നിട്ട് കുറച്ചു നേരം നടക്കണം. ഒരു വെളുപ്പിന് 4 മണിയൊക്കെ ആയപ്പോൾ ഗുളിക തന്ന് കുറച്ചു നേരം നടക്കണം, നല്ലപോലെ പെയിൻ വരണം. പിന്നെ എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്കും ഗുളികയൊക്കെ കൊടുത്ത്, അപ്പം അവിടെ കുറെ പേര് ഡെലിവറി ആയി. രാത്രി തന്നെ ഒരുപാട് ഡെലിവറി നടന്ന്. അപ്പൊ നമുക്ക് ആ ഡെലിവറി ഓരോരുത്തരും വിളിച്ചു കൂവുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോ നമുക്ക് തന്നെ പേടി തോന്നും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഗുളിക തന്നിട്ട് വേദന 3 ഡോസ് അന്നേരം തന്നെ ആ ദിവസം തന്നെ തന്നു. അന്ന് വേദന വരാത്തവരെല്ലാം രാത്രി ആയപ്പോഴത്തേന് വാർഡിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്ത്. പിന്നെ എന്നെ മാറ്റിയില്ല, കാരണം കുഞ്ഞിന് ഹാർട്ട് ബീറ്റും അത്ര ഹൈ റിസ്ക് ആയതുകൊണ്ട് ഞാൻ ലേബർ റൂമിൽ തന്നെയായിരുന്നു. പിറ്റേ ദിവസവും നമുക്ക് ഗുളികയൊക്കെ ഗുളിക തന്നിട്ടും അന്നും വേദന വന്നില്ല. അപ്പം നമുക്ക് ഒരുപാട് ഡോക്ടർമാർ നമ്മളെ വന്ന് കാണും. ഓരോ സെക്ഷനായിട്ട് നമ്മൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് തന്നെ പലത് തന്നെ പഠിക്കുന്നവർ ഓരോ സെക്ഷൻ ആദ്യമേ പിന്നെ PG ചെയ്യുന്ന സ്റ്റുഡൻസ് വരെ അങ്ങനെ ഒരു സ്റ്റുഡൻസ് അവിടെ നിൽക്കുക, നഴ്സുമാർ 2 പേരേ ഉള്ളു. അപ്പൊ അവിടെ ആണെങ്കിൽ ഒരുപാട്, അല്ലാതെ നമുക്ക് മെയിൻ ഡോക്ടർമാര് നമ്മൾക്ക് ഈ OP സെക്ഷൻ തന്നെ ഓരോ ദിവസം ഓരോന്നാ. അപ്പൊ O2 O1 അങ്ങനെ. അപ്പൊ ഞാൻ O2 ആയിരുന്നു. അപ്പൊ O2-ല് ഡോക്ടർ വന്ന് കാണും, O1-ലെ ഡോക്ടർമാര് വന്ന് കാണും. അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ വന്ന് കണ്ട്. അപ്പം ഓരോരുത്തരും വരുമ്പോഴും നമ്മളെ വയറ് ചെക്ക് ചെയ്തിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴത്തേന് അപ്പൊ എൻ്റെ അടുത്ത് പിറ്റേന്ന് പറഞ്ഞ് പിറ്റേ ദിവസവും ഇവര് പിന്നെ അന്ന് ഡെലിവറി നടന്നില്ല. 2 ദിവസം അതായത് അന്ന് രാത്രി പിറ്റേന്ന് രാത്രി അങ്ങനെ 2 ദിവസം അവിടെ കിടന്ന് അതിന്റെ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് നമുക്ക് 4ാമത്തെ ഡോസ് ഗുളിക വന്നപ്പോഴാണ് പ്രസവിച്ചത്. അങ്ങനെ 2 ദിവസം പിന്നെ ലേബർ റൂമിൽ ഫുള്ളായിട്ട് കിടന്ന്. ആ പ്രസവം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള പ്രസവം ഒന്നും അല്ലായിരുന്നു. കാരണം അത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ്. പുറത്ത് നിൽക്കുന്നവർക്ക് എന്താ കാര്യം എന്നറിയാതെ പിന്നെ ഫുഡൊക്കെ തരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അകത്തോട്ട് അവർക്ക് വരാം. നമുക്ക് ഓരോ സമയത്ത് നമ്മളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവര് ഇവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ
നമ്മുടെ ആരാണ് കൂടുതലുള്ള അവർക്ക് അകത്തോട്ട് വരാൻ പറ്റും. അങ്ങനെ വന്ന് പിന്നെ എന്താ നമുക്ക് ഡോക്ടർമാരെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഉമ്മ അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പം അവരോട് പറഞ്ഞ് പുറത്ത് നിൽക്കുന്നവർക്ക് ടെൻഷനാണ്, ഇനി എന്താ വേദന വന്നില്ലെങ്കിൽ എന്താ സിസേറിയൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞ് എന്താ ഓരോ ദിവസം ഇങ്ങനെ ഇതാവുമ്പോഴും കുഞ്ഞ് വളർച്ച കുറഞ്ഞു വരുന്നുണ്ട്, ഇനി വെച്ചോണ്ടിരുന്നാലും പിന്നെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ താങ്ങുമോന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സിസേറിയൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി മാക്സിമം നോക്കിയിട്ട് സിസേറിയൻ ചെയ്യത്തുള്ളൂ. കോട്ടയത്ത് കൂടുതലും ഡെലിവറി നടക്കുന്നത് നോർമലാണ്. അപ്പൊ നമുക്ക് അറിയാൻ നോർമലാണ് പോസിബിൾ എന്നുള്ളത്. പക്ഷെ എന്നാലും ഇത് IUGR ആയതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും നേരം വന്നിട്ടില്ല കുഞ്ഞ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി നോർമൽ ഡെലിവറി ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അപ്പൊ അവർ എന്നോട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് PV ചെയ്ത് നോക്കുന്നുണ്ട്. PV ചെയ്ത് നോക്കിയിട്ടൊന്നും കുഞ്ഞിന്റെ തല വരുന്നില്ല. അന്നേരം പിന്നെ കുഞ്ഞിന് ലേബർ പെയിൻ താങ്ങുമോന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് ചിലപ്പോൾ സിസേറിയൻ ചെയ്യേണ്ടി വരും, എന്നാലും നോർമൽ ഡെലിവറിക്ക് മാക്സിമം നോക്കിയിട്ടേ സിസേറിയൻ ചെയ്യത്തുള്ളൂ. പിറ്റേന്ന് രാവിലെ ഗുളിക തന്ന് അന്നേരം എനിക്ക് ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോൾ ഒരു വയറുവേദന പോലെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ കൺട്രാക്ഷൻ ഒന്നും ആ സമയത്ത് ചെറിയ കൺട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ വയറുവേദന പോലെ വന്ന് ചെറിയൊരു വേദന വന്ന് പിന്നെ കുറെ നേരം പീരിയഡ്സിന്റെ പെയിൻ പോലെ പിന്നെ കുറെ നേരം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല വേദന പോലെ ആയി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ നല്ല രീതിയിൽ നടക്കാൻ അവര് പറയും. അതാ നമ്മള് അതുപോലെ നമുക്ക് വേദന വരുന്ന സമയത്ത് വെളിയിൽ ഇറങ്ങി പോയിട്ട് തന്നെ ആ വരാന്തയുണ്ട്, ആ വരാന്തയിൽ തന്നെ നമുക്ക് നടക്കാനുണ്ട്. പിന്നെ ഇഷ്ടം പോലെ പഠിക്കുന്ന ഡോക്ടർമാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവരാണെങ്കിൽ പിന്നെ ഓരോ വട്ടം ഓരോരുത്തരെ നോക്കാനും ഓരോ ഡോക്ടർമാരെന്ന രീതി ഉണ്ടെന്നേരം പിന്നെ അവര് വന്നിട്ട് NST എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേനും അവർ PV ചെയ്ത് നോക്കിയപ്പോഴത്തേനും കുഞ്ഞിന്റെ ഹെഡ് എൻഗേജ്ഡ് ആയെന്ന് പറഞ്ഞ് പിന്നെ നമ്മള് ലേബർ റൂമിൽ നല്ല പെയിനായിരുന്നു, സഹിക്കാൻ വയ്യാത്ത. പിന്നെ നല്ല രീതിയിൽ കൺട്രാക്ഷൻ നടന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അവര് എനിമ തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. എനിമ തരാൻ നേരം എനിക്ക് പെയിൻ സഹിക്കാൻ വയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു ഫ്ലൂയിഡ് പൊട്ടിച്ചു വിടാം, അല്ലാതെ കുഞ്ഞ് ഫ്ലൂയിഡ് പൊട്ടിച്ചിട്ട് അമ്മയോട്ട് ഫ്ലൂയിഡ് പൊട്ടിച്ചു വിട്ട് വേറെ ഒരു അന്നേരം പിന്നെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഫ്ലൂയിഡ് പോലെ കയറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല. എനിക്ക് ഭയങ്കര ബഹളമായിരുന്നു ഞാൻ അവിടെ. കാരണം നമുക്കറിയാലോ മരണവേദനയോട് അടുത്ത വേദന. അത് മാത്രല്ല അവര് കുഞ്ഞ് ഇറങ്ങി വരുന്ന എന്നിട്ട് പോലും അവര് പറയുന്ന ഒന്നും ആകുന്നില്ല, കുഞ്ഞ് ഇറങ്ങി വരുന്നെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇല്ല ബിൻഷ നീ ഒരു നേഴ്സ് അല്ലേ, അപ്പൊ അതുമല്ല നമ്മുടെ ഒരു വഴക്ക് പറഞ്ഞായിരുന്നു. പക്ഷെ ആക്ച്വലി കുഞ്ഞ് ഇറങ്ങി വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലേബർ റൂമിന് ഉള്ളില് നമ്മുടെ കൂടെ ഉള്ള ആരെയെന്ന് വെച്ചാൽ കയറും. അപ്പൊ എന്റെ ഉമ്മ ആദ്യം വന്നു. ഉമ്മ വന്നപ്പോ ഞാൻ ഉമ്മയുടെ അടുത്ത് കരഞ്ഞെന്ന് കണ്ടപ്പോ ഉമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അമ്മ ശരിക്കും പറഞ്ഞാല് എന്താ ഇത് കണ്ടിട്ട് സഹിക്കാനേ പറ്റാതെ പിന്നെ ചിന്നമ്മ കയറി. പിന്നെ കുഞ്ഞുമ്മ കയറിയിട്ട് കയ്യും കാലും എല്ലാം തറയിൽ തരുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ദേഹം എല്ലാം ഒടിഞ്ഞു പോകുന്ന കൂട്ടത്തെ വേദന, നല്ല വേദന സഹിച്ചെന്ന് വെച്ചാല് നല്ല വേദന സഹിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഫ്ലൂയിഡ് പൊടിച്ചു വിട്ടതും വേറെ ഇതൊക്കെ കയറ്റിയതും ഒക്കെ. പക്ഷെ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ ഫ്ലൂയിഡ് എത്ര സമയത്തിനുള്ളിൽ നടന്നു? അത് ഒരു 3 hour 4 hourനുള്ളിൽ എല്ലാം നടന്നു. അതുപോലെ എനിക്ക് വേദന ഫ്ലൂയിഡ് പൊട്ടിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് തീരെ സഹിക്കാൻ വയ്യാണ്ടായി. പിന്നെ അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു എന്താ ഒന്നും ആയില്ല ഇതിലെ കൂടുതൽ വേദന എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞിറങ്ങി വരുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പിന്നെ അവര് കയറി വന്ന് സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കുഞ്ഞ് കറങ്ങി വരാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സിസേറിയൻ ചെയ്യാൻ വേണ്ടി കത്തീറ്റർ എടുത്തോണ്ട് വന്നപ്പോഴത്തേന് കുഞ്ഞിന്റെ ഹെഡ് ഫുള്ളായി, തല മുഴുവൻ വെളി. അപ്പൊ പുഷ് ചെയ്യലെന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ വേഗം നമുക്ക് അവിടെ 3ആയിട്ടാ. ആദ്യം ഒബ്സർവേഷൻ റൂം, അത് കഴിഞ്ഞിട്ട് ആദ്യം റിസർവേഷൻ റൂം എന്ന് പറഞ്ഞിട്ട് റൂമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കിടക്കുന്ന റൂം, അത് കഴിഞ്ഞിട്ട് ഒബ്സർവേഷൻ റൂം എന്ന് പറഞ്ഞിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് വേറെ റൂം. പിന്നെ അവിടെ കൊണ്ടുപോയി ഒരു എപ്പിസിയോട്ടമി ചെയ്യേണ്ടത് മാത്രം താമസമേ വന്നുള്ളൂ. അപ്പോഴത്തേന് കുഞ്ഞ് പെട്ടെന്ന് 2 വട്ടം പുഷ് ചെയ്തപ്പോഴത്തേന് കുഞ്ഞ് വന്ന്. അത് തല എടുത്തപ്പോഴത്തേന് മൊത്തം ഇങ്ങ് വന്നത്, കാരണം വെയിറ്റ് ഇല്ല.
കുഞ്ഞായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ അവര് ഡോക്ടർമാരാണ് ചോദിച്ചത്, എന്ത് ഇത്രയും ചെറിയ ബേബീനെ പ്രസവിക്കാൻ വേണ്ടിയാണോ ബിൻഷ കരഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. കാരണം കുഞ്ഞ് ഇത്തിരിയേ ഉള്ള, ഏകദേശം 1,650 ഉള്ളായിരുന്നു കുഞ്ഞ്. അപ്പൊ വെയിറ്റ് ഒക്കെ നോക്കി 1,650 ഉള്ളായിരുന്നു. എന്നിട്ട് നമ്മളെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അന്നേരം കുഞ്ഞിനെ NICയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. പിന്നെ എന്നെ ഒരു IPCയുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ ഉടനെ ഇപ്പുറത്ത് വേറെ റൂമുണ്ട്, പോസ്റ്റ്മോർട്ടം റൂം. അപ്പൊ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അപ്പൊ ആ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു കഞ്ഞി കുടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ടോയ്ലറ്റിൽ പോകാൻ പറഞ്ഞു. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് ഒന്നുകൂടെ PV ടോയ്ലറ്റിൽ നടന്നാ പോകുന്നത്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ PV ചെയ്തു. വീണ്ടും PV ചെയ്തു. അന്നേരം തന്നെ ആ വേദനയുടെ ഇടയ്ക്ക് തന്നെ 2-3 വട്ടം ഈ ഫ്ലൂയിഡ് പൊട്ടിക്കാനും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ ഫ്ലൂയിഡ് പോലെയൊക്കെ എന്തൊക്കെയോ ചെയ്തു അവര്. നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര വേദനയാണ്. കാരണം ഫ്ലൂയിഡ് പൊട്ടിച്ചിട്ട് കുഞ്ഞ് ഇറങ്ങി വരുന്നതിനാണ് വീണ്ടും ഫ്ലൂയിഡ് പോലെ ഇത് ഫ്ലൂയിഡ് എന്തോ സംഭവം ഇങ്ങനെ അവിടോട്ട് ഇതാക്കി കൺട്രാക്ഷൻ വരുന്നതിനനുസരിച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് നേരെ ഈ പോസ്റ്റ്മോർട്ടം റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ടോയ്ലറ്റിൽ പോകാൻ പറഞ്ഞ് ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോൾ ഒരു വട്ടോടെ PV ചെയ്യും. PV ചെയ്തിട്ട് നമ്മളെ പോസ്റ്റ്മോർട്ടം വാർഡുണ്ട്, വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ കുട്ടിയെ 6 മണിക്ക് ശേഷമാണ് നമ്മുടെ കയ്യിൽ ഒരു വട്ടം ഫീഡ് ചെയ്യാൻ വേണ്ടി തന്നത്. കാരണം കുഞ്ഞിന് ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു. കാരണം ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും വരുന്നല്ലോ. അത്ര കെയറിംഗ് ആയിട്ട് വേണം അവളെ ഇതാക്കാനൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് 6 മണിക്കൊന്ന് തന്നതിന് ശേഷം പിന്നെ 12 മണിക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് തന്നു 6 മണിക്ക്. പിന്നെ അത് കഴിഞ്ഞ് 12 മണിയായപ്പോ മുതല് നമ്മൾ നടന്ന് NICയുടെ അവിടെ പോകണം. NICയുടെ അവിടെ പോയിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മൾ താഴെ മുകളിലായിട്ടാണ് കേട്ടോ റൂം. താഴെയാണ്, താഴത്തെ ഫ്ലോറിലാണ് ബിൻഷായും മുകളിലത്തെ ഫ്ലോറിലാണ് കുഞ്ഞും. അപ്പൊ NIC അവിടെയാണ്. അപ്പൊ അവിടെ പോയിട്ട് വേണം നമ്മൾ ഫീഡ് ചെയ്യാൻ. നമ്മൾ ആ സ്റ്റിച്ച് വെച്ചോണ്ട് നടന്ന് പോണം. പിന്നെ ഇരിക്കാനൊക്കെ ഭയങ്കര. അത് മാത്രമല്ല ഒരു ഒട്ടും റെസ്റ്റ് ഇല്ലായിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ശകലം അല്ലേ നമ്മൾ NICയിലും ഇവിടെ കുഞ്ഞിനെ ഇതായിട്ടും ഒക്കെ കുഞ്ഞിന്റെ അടുത്ത് പോവുക, പിന്നെ ഈ വാടി വരിക, അങ്ങനെ ഭയങ്കരമായിട്ട് ആ സമയത്ത് നല്ല രീതി പെയിൻ എന്ന് പറഞ്ഞല്ലേ, ഭയങ്കര ഉറക്കമില്ല. സ്റ്റിച്ചല്ലേ, ഉറക്കമില്ല. പിന്നെ അതിന്റെ പെയിന് മൊത്തത്തില് ശരിക്കും പറഞ്ഞാൽ നല്ല വേദന സഹിച്ചായിരുന്നു കേസ്. അപ്പം ഇത് അത് മാത്രല്ല, പ്രത്യേകിച്ച് ഒരു 2 അവർ കൂടുമ്പോഴും കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകണം. അതുകൊണ്ട് ഉറക്കവും ഇല്ല. നമ്മൾ അത്രയും നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് നമ്മള് സ്റ്റെപ്പ് കയറി വേണം അവിടെ പോയിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ. അല്ല, നമ്മള് ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റില് കുറച്ച് പോയിട്ട് പിന്നെ നടക്കാനുണ്ട്, അങ്ങ് വരെ നടക്കണം. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിനെ മദർ കെയറിൽ തരുമ്പോഴത്തേന് നമുക്ക് ഒരാൾക്ക് കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കാം. അപ്പം ഉമ്മ കുഞ്ഞിന്റെ അടുത്തും ചിന്നമ്മ എന്റെ അടുത്തും പുറത്ത് അവര് രണ്ടുപേരും. കുഞ്ഞിന് ഇങ്ങനെ എപ്പോഴും അങ്ങ് കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങ് ദൂരെ പോകണം. ഫ്രണ്ടിൽ നമ്മള് കയറി വരുന്നതിന്റെ ഫ്രണ്ടിൽ പോകണം. പൊടിപ്പാറയെന്ന് പറയും ആ ലാബിന്. അവിടെ പോയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് നമ്മള് അതും അവിടെ അവര് വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട് അല്ലേ? അല്ല, കുഞ്ഞ് നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോറി നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഉള്ള വണ്ടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് അതും ഒരു ഇതായിരുന്നു. കാരണം അല്ലെങ്കിൽ എല്ലാത്തിനും കടന്ന് ഓടണം. പുറത്ത് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ബാധുവായിരുന്നു, അതുപോലെ ശരത്തും. അങ്ങനെ ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഡിസ്ചാർജ് ആക്കി. കാരണം ഉമ്മയുടെ കാല് വയ്യ, അതുമല്ല അവിടെ കുട്ടികൾ ഒത്തിരി ആകുമ്പോഴത്തേന് അവിടെ നമുക്ക് പറ്റത്തില്ല. വീട്ടിൽ കൊണ്ടുപോയി നല്ലതായിട്ട് നോക്കിയാൽ മതി, ആരെങ്കിലും കൊടുക്കാതെ. അങ്ങനെ എങ്ങും ഒരു ഇൻഫെക്ഷനും ആവാത്ത രീതിയിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് നമ്മള് വരാൻ സമയപ്പോ കുഞ്ഞ് 1,480 ഉള്ളായിരുന്നു. അത് കുഞ്ഞ് വെയിറ്റ് കുറഞ്ഞു, 1,450 650 ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് 450. പിന്നെ കുഞ്ഞിന് തലയുടെ സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാനിങ്ങിന്റെ എടുത്തു കഴിഞ്ഞപ്പോ കുഞ്ഞിന്റെ തലയിൽ ഒരു ബ്ലീഡിങ് പോലെ ഉണ്ടായിരുന്നു. അത് ഡെലിവറി സമയത്തുള്ള പ്രഷർ കാരണമായിരിക്കും ആണെന്നാ ഡോക്ടർ പറഞ്ഞ. രണ്ട് സൈഡിലും ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാ മാസവും നമ്മളിപ്പോ കോട്ടയത്ത് കുഞ്ഞിനെ, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്ന കോട്ടയത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഡെലിവറി സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. അപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ നോക്കുന്നത്, ക്യാമറയിലൊക്കെ നോക്കുന്നത് ശരിയാണോ അല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല.
എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം അടുത്ത സ്റ്റോറി എന്തായാലും എൻ്റെ ആയിരിക്കും ഇൻഷാല്ലാ. അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് അഭിപ്രായങ്ങൾ പറയാനുള്ളത്? നിങ്ങളുടെയൊക്കെ ഡെലിവറി സ്റ്റോറി എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് കമന്റ് ഒക്കെ ചെയ്യണേ. ഡെലിവറി എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ, നോർമൽ ആണോ സിസേറിയൻ ആണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഗവൺമെന്റിൽ പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഗവൺമെന്റിൽ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതുപോലെ സ്ട്രഗിൾ ചെയ്യും ഞങ്ങൾ. പിന്നെ അതിന്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, കാരണം ഒരുപാട് നീണ്ടുപോകും. നമ്മൾ സത്യം പറഞ്ഞാൽ ബോറടിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഒന്നും നീട്ടി വലിച്ച് പറയുന്നില്ല. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.